ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. സ്ഥാനാർത്ഥികളും താരപ്രചാരകരും മണ്ഡലങ്ങളിൽ പര്യടനം തുടരുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 8 ജില്ലകളിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. നവമാധ്യമങ്ങളിലൂടെയുള്ള വ്യക്തിഹത്യക്കെതിരെ വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. 2023 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിൽ ആവേശകരമായി തുടരുന്നു. സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്ത് പ്രചാരണം തുടരുകയാണ്. കോൺഗ്രസ് നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോടും വയനാട്ടിലും റോഡ് ഷോയിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% വനിതാ സംവരണം ഏർപ്പെടുത്തുമെന്നും വനിതാ സംവരണ നിയമം അടിയന്തരമായി നടപ്പാക്കുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. BJPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ശ്രീ രാഹുൽ ഗാന്ധി ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഭരണപക്ഷം വഴിതിരിച്ചു വിടുന്നതായും ആരോപിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ഇന്ന് തിരുവനന്തപുരത്തും മട്ടന്നൂരിലും UDF പ്രചാരണത്തിൽ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും UDF പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിലും ആലത്തൂരിലും നെന്മാറയിലും നടക്കുന്ന യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. കോൺഗ്രസ് നടപ്പാക്കിയ അതേ നയങ്ങളാണ് BJP പിന്തുടരുന്നതെന്നും ഇത് ജനങ്ങൾക്ക് അനുകൂലമായ നയങ്ങളല്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് BJP നയങ്ങളെയും ശ്രീ പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. CPIM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് LDF പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ആറ്റിങ്ങലിലും ബൃന്ദ കാരാട്ട് ഇരിക്കൂറിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വൻ മുൻഗണനയാണ് മോദി സർക്കാർ നൽകുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പത്തനംതിട്ട അയിരൂരിൽ NDA മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDFും UDFും വർഗീയ അജണ്ടയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന ആരോപണവും അദ്ദേഹം കോട്ടയത്ത് ഉന്നയിച്ചു. സഹകരണ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള സന്ദർശനത്തിനിടെ ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ ശരിയായ ലക്ഷ്യത്തിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. കാട്ടാക്കടയിലും കുന്നംകുളത്തുമാണ് പ്രധാനമന്ത്രി ഇന്നലെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വോട്ടെടുപ്പ് ദിനം അടുത്തതോടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലായി. 2-3 റൗണ്ട് പര്യടനങ്ങൾ ഇതിനോടകം 3 സ്ഥാനാർത്ഥികളും പൂർത്തിയാക്കി. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പര്യടനങ്ങളോടൊപ്പം ബൂത്ത് തല കൺവെൻഷനുകളിലും സ്ഥാനാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 3 മുന്നണികളുടെയും നിരവധി ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിലെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശിന്റെ പ്രചാരണത്തിന് ചാണ്ടി ഉമ്മൻ MLA, വർക്കല കഹാർ, പാലോട് രവി തുടങ്ങി പ്രമുഖ നേതാക്കളെത്തി. LDF സ്ഥാനാർത്ഥി V ജോയിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറ്റിങ്ങൽ, കാട്ടാക്കട, കന്യാകുളങ്ങര എന്നിവിടങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഇന്ന് കല്ലറ, കരകുളം, ആര്യനാട് എന്നിവിടങ്ങളിൽ നടന്ന പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മണ്ഡലത്തിലെത്തി. കാട്ടാക്കട നടന്ന പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വരും ദിവസങ്ങളിൽ 3 മുന്നണികളുടെയും കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 8 ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ ബാക്കി 6 ജില്ലകളിൽ 75% ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കും. എന്നാൽ ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും.
സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ടം EVM റാൻഡമൈസേഷൻ പൂർത്തിയായി. 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. ഏപ്രിൽ 26 നടക്കുന്ന വോട്ടെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെ 25,231 ബൂത്തുകളിലാണ് ഇവ ക്രമീകരിക്കുക. 32,698 VVPAT യന്ത്രങ്ങളും സംസ്ഥാനത്ത് ഉപയോഗിക്കും. റിസർവ് മെഷീനുകൾ അടക്കമുള്ള കണക്കാണിത്. നവമാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയും വ്യക്തിഹത്യക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതായി ശ്രീമതി KK ശൈലജ ആരോപിച്ചു. വ്യാജ വീഡിയോ ക്ലിപ്പുകൾ വരെ ഇതിനായി സൃഷ്ടിക്കുന്നതായും ഇത്തരം അശ്ലീല ചിത്രങ്ങൾ കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. KK ശൈലജയെ രാഷ്ട്രീയമായി നേരിടാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം സൈബർ ആക്രമണങ്ങളെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2023 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവ 1ാം റാങ്ക് നേടി. ഒഡീഷയിൽ നിന്നുള്ള അനിമേഷ് പ്രധാൻ 2ാം റാങ്കും തെലങ്കാന സ്വദേശി ഡൊണൂരു അനന്യ റെഡ്ഡി 3ാം റാങ്കും കരസ്ഥമാക്കി. 4ാം റാങ്ക് എറണാകുളം സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറിനാണ്. 2022 സിവിൽ സർവീസ് പരീക്ഷയിൽ 121ാം റാങ്ക് നേടിയ സിദ്ധാർത്ഥ് നിലവിൽ IPS പരിശീലനത്തിലാണ്. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ബാധകമാക്കേണ്ടതില്ലെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സ്കൂളുകളിൽ ഭക്ഷ്യ വിഷബാധയേറ്റ നിരവധി സംഭവങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടും ഗുണനിലവാര പരിശോധന വേണ്ടെന്ന് തീരുമാനിച്ചത് നിരുത്തരവാദപരവും പ്രതിഷേധാർഹവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ രാത്രി 7:30 തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തും. തുടർന്ന് പാറമേക്കാവും ഇതിൽ പങ്കുചേരും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്കെത്തുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. വിവിധ ജില്ലകളിൽ കനത്ത ചൂടിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് നാളെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. സ്ഥാനാർത്ഥികളും താരപ്രചാരകരും മണ്ഡലങ്ങളിൽ പര്യടനം തുടരുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 8 ജില്ലകളിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. നവമാധ്യമങ്ങളിലൂടെയുള്ള വ്യക്തിഹത്യക്കെതിരെ വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. 2023 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.